ISL ഒന്നാം സീസണിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ച കേരളത്തെ പരാജയപ്പെടുത്തിയപ്പോൾ സങ്കടവും സന്തോഷവും ഉണ്ടായെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം മുഹമ്മദ് റാഫി പീപ്പിളിനോട് പറഞ്ഞു. ഇത്തവണ കേരളം വിജയിക്കുമെന്നും മികച്ച പ്രകടനം കളത്തിൽ പുറത്തെടുക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിട്ടുണ്ടെന്നും വിനീതും വ്യക്തമാക്കി. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. സ്വർണ്ണക്കരയുള്ള കസവുമുണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സിയും അണിഞ്ഞായിരുന്നു ഇവരുടെ വരവ്. കേരളത്തിന് ഇത്തവണ നല്ല പ്രതീക്ഷയുണ്ടെന്നും മികച്ച പരിശീലനം നടത്താൻ സാധിച്ചത് കളത്തിൽ ടീമിന് ഗുണം ചെയ്യുമെന്നും ടീമിലെ മലയാളി താരമായ വിനീത് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ കപ്പ് ഇപ്രാവശ്യം എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പോൾ 1.5 മാസത്തോളമുള്ള ട്രെയിനിങ് അതിന് സഹായിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ISLന്റെ ചരിത്രമായ ഒന്നാം സീസണിൽ കപ്പുയർത്തിയ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ച മലയാളി താരം മുഹമ്മദ് റാഫി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ഇത്തവണ കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി ജന്മനാടിനെ പരാജയപ്പെടുത്തിയപ്പോൾ സങ്കടവും സന്തോഷവും ഉണ്ടായെന്ന് റാഫി പറഞ്ഞു. സന്തോഷമുണ്ടായിരുന്നു, ഒന്ന് സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ നാടാണ് കേരളം. പിന്നെ ഞാൻ കളിക്കുന്ന ടീം കൽക്കട്ടയായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് വിന്നർ നമ്മളാണ്. 10 വർഷം കഴിഞ്ഞാലും ഫസ്റ്റ് വിന്നർ ജയിക്കുമ്പം അത്ലറ്റിക് ആയിരിക്കും ഫസ്റ്റ് വിന്നർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷമുണ്ട്. എന്നാൽ നമ്മൾ കേരളത്തിൽ തോറ്റുന്നില്ല ഒരു ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷേ അത് പാർട്ട് ഓഫ് ഗെയിം. ഒട്ടും പരിചയമില്ലാത്ത മുണ്ടുടുത്താണ് വന്നതെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്പനേരം പന്ത് തട്ടാനും വിദേശ താരങ്ങളടക്കമുള്ളവർ സമയം കണ്ടെത്തി. ബിജേഷ് നടുവിൽ, കൊച്ചി.